നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു വീഡിയോ അല്ല ഇത്. ഇതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നഷ്ടമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന ചില സംഗതികൾ ഇതിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരു ബ്രേക്കിലായിരുന്നു. മുന്നേ നിങ്ങൾ കണ്ട 2 വീഡിയോസ് ഞാൻ സ്കെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോസാണ്. ഇന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു വെച്ച വീഡിയോസാണ്. പല ദിവസങ്ങളിൽ അങ്ങനെയാണ്. നിങ്ങൾ കാണുന്ന വീഡിയോസ് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തൊന്നും ആയിരിക്കില്ല. എൻ്റെ പണിയും കൂടെ ഇടയ്ക്ക് നടക്കണമല്ലോ. അപ്പം ഞാൻ രാത്രിയിലോ വെളുപ്പിനോ ഒക്കെ എഴുന്നേറ്റിട്ട് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഈ 2-3 ദിവസം വേറെ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ എനിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊന്നും സോഷ്യൽ മീഡിയയിൽ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നും ടോക്കിൽ ഇതൊന്നും വരാറില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേന് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ആ ഒരു മൂഡിൽ ഞാൻ ആലോചിച്ചു ഇന്ന് എങ്ങനെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴാണ് എനിക്ക് ഐഡിയ കത്തിയത്. സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ മറുപടി. ഒത്തിരി ചോദ്യമൊന്നുമില്ല, ഒറ്റ ചോദ്യമാണ്. ഒരു കേസ് ഈ ഒരു ചാനലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പുതിയ പ്രേക്ഷകർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. ഈ അജു അലക്സുമായി ബന്ധപ്പെട്ട ഒരു കേസ്. ഈ സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ എപ്പോഴും ഉള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വന്നിട്ട് വിമർശനങ്ങൾ വരരുത്, നമ്മൾ കോൺട്രവേഴ്സികളിൽ പെടരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു എനിക്കത്ര വലിയ ഒരു ബഹളങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ വളരെ സ്വാധീനിച്ച ഒരു ചൊല്ലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ പുൽക്കൊടി പോലെ നിൽക്കുക എന്നുള്ളതാണ്. ഈ പുല്ലിനെ അറിയത്തില്ല, കുഞ്ഞു പുല്ല്, ഇങ്ങനെ കുറ്റിപ്പുല്ല്, അതിനെ ആര് ചവിട്ടിയാലും അഫക്റ്റ് ചെയ്യില്ല. കാരണം അത് ബാക്കിയുള്ള ആളുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ വളരെ ലോ പ്രൊഫൈലിൽ പോകുന്നതാണ് ഏറ്റവും സേഫ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കും എന്തെങ്കിലുമൊക്കെ വള്ളികളിൽ ചെന്ന് പെടാറുണ്ട്. അങ്ങനെയുള്ള ഒരു കേസായിരുന്നു ഈ അജു അലക്സിൻ്റെ കേസ്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെകുത്താൻ ചാനലിൽ ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്ന എല്ലാ ആൾക്കാരും റോസ്റ്റ് ചെയ്യുന്ന ചേട്ടൻ്റെ പേര് അജു അലക്സ് ആണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു കേസോടെയാണ് എനിക്കും ഒരു വലിയ കൂട്ടം ആളുകൾക്ക് മനസ്സിലായത്. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരും ബാക്കി കാര്യങ്ങളൊക്കെ തപ്പേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഈ കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കെതിരെയാണോ കേസ് ഫയൽ ചെയ്യുന്ന അയാളുടെ പേരൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ കേസ് ഫയൽ ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടുള്ള വിമർശനങ്ങളൊന്നുമല്ല, അതൊരു കടന്ന കയ്യിലേക്ക് പോയി എൻ്റെ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ മോശമായിട്ട് പറയാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു കേസിലേക്ക് പോയത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ, കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആദ്യഘട്ടത്തിൽ എനിക്ക് നല്ല ദേഷ്യമൊക്കെ വന്നു. പിന്നെ ഈ പ്രൊവോക്ഡ് ആവുന്ന സമയത്ത് ഇയാൾ അങ്ങോട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് ഇയാൾക്കുള്ള കുഴി തോണ്ടി. അപ്പോൾ അതിലൊരു സാധ്യത കണ്ടെത്തുകയും നമ്മളൊരു കേസായിട്ട് അത് ഫയൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യുമ്പം എല്ലാ വകുപ്പും കൂടെ എടുത്തിടുമല്ലോ. അപ്പം ജഡ്ജാണ് തീരുമാനിക്കുന്നത് ഈ കേസ് നിലനിൽക്കോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഡിഗ്രി വ്യാജമാണ്, എൻ്റെ ക്രെഡൻഷ്യൽസ് എല്ലാം വ്യാജമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫമേഷൻ ഫയൽ ചെയ്യുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്രെഡിബിലിറ്റി, എൻ്റെ എന്നാ പറയുന്നത് റെപ്യൂട്ടേഷൻ ഇതിനെ ബാധിച്ചു എന്നുള്ളത് ആർക്കെങ്കിലും ഫീൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സാക്ഷി വേണം. അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നു, കോർട്ടിൽ വന്നു. ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എന്നാലും നമ്മൾ ഒരുത്തനായിട്ടൊരു പണി കൊടുക്കുക, നിയമത്തിൻ്റെ വഴിയിൽ പോവുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട. അതേപോലെ പിന്നീടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് ഇയാളിങ്ങനെ മറ്റേ അഡ്രിനാലിൻ റഷ്യനകത്ത് കുറേയധികം ആളുകൾ പ്രോത്സാഹിപ്പിച്ചപ്പോഴത്തേന് എന്തൊക്കെയോ വൃത്തികേടുകൾ പറഞ്ഞു വരുത്തി. അപ്പോൾ അതിനകത്ത് ഈ കൊച്ചുകുട്ടികളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ വീഡിയോയിലുണ്ടായിരുന്നു. ഇതൊക്കെ എവിഡൻസ് ആണല്ലോ. അപ്പം അത് ഈ മറ്റേ സെക്ഷലി എക്സ്പ്ലിസിറ്റിങ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ ഈ സെക്ഷൻ 67 ആണെന്ന് തോന്നുന്നു, IT ആക്റ്റൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടു. അപ്പോൾ ജഡ്ജ് ഈ കേസിനകത്ത് നമ്മുടെ എല്ലാം ഭാഗം കേൾക്കുന്ന സമയത്ത്, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അത് സ്ട്രോങ് ആയിട്ട് തന്നെ എടുത്തു. ജഡ്ജിൻ്റെ മുമ്പാകെ ഈ വൃത്തികേടുകളൊക്കെ നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കണം. അത് ഇത്തിരി കട്ടിപ്പരിപാടിയാണ് കേട്ടോ. കാരണം കോടതിയിൽ കുറേയധികം ആളുകൾ ഇരിപ്പുണ്ട്, സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇരിപ്പുണ്ട്. ഈ വൃത്തികേടുകളൊക്കെ നമ്മൾ അവിടെ വെച്ച് ആവർത്തിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാനും എൻ്റെ സുഹൃത്ത് ഇത്തിരി മടിച്ചു, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മളെല്ലാം പറഞ്ഞെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നിയമത്തിൻ്റെ വഴി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പരിധി വരെ പറഞ്ഞു. പിന്നെ ജഡ്ജ് പറഞ്ഞു കുറേയൊക്കെ ഞാൻ വായിച്ചു നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അമ്മാതിരി വൃത്തികേടാണല്ലോ. ഈ വൃത്തികേടെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിർബാധം പറഞ്ഞ ടീം വിചാരിച്ചില്ല ഇതൊക്കെ നിയമത്തിൻ്റെ മുമ്പ് വലിയ പ്രശ്നമാണ് എന്നുള്ളത്. അങ്ങനെ ഡിഫമേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. IT ആക്ട് വന്നു. അപ്പോൾ ഈ IT ആക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം തടവ് ശിക്ഷയാണ്. തടവെന്ന് ശിക്ഷയല്ല, ജയിലിൽ കിടക്കേണ്ടി വരും. ഡിഫമേഷൻ 2 വർഷമുള്ളൂ. അപ്പോൾ ഡിഫമേഷൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു സാക്ഷി വേണം. അപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ സഹായിച്ചു. പിന്നെ ഇതിനകത്തൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാദിയാണല്ലോ. അപ്പം നമുക്കിങ്ങനെ ഇതിൻ്റെ പുറകെ നടക്കണ്ട. പിന്നെ 1 ടൈം ഫീസാണ്. അഡ്വക്കേറ്റിന് ഒരു തവണ പൈസ കൊടുത്താൽ മതി, ബാക്കി അവർ ഡീസൻ്റായിട്ട് ഡീൽ ചെയ്തോളൂ. നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ പൈസ ഒന്നും ചിലവൊന്നുമില്ല, ഒരു 1 ടൈം ഫീ ആണ്. പക്ഷേ ഈ കേസ് കോടതി എടുത്തു കഴിഞ്ഞാൽ പ്രതി ചേർക്കപ്പെട്ട ആൾക്ക് പിന്നെ വലിയ ചിലവുകളാണ്. കാരണം ഓരോ തവണ പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരാകുമ്പോൾ അയാൾക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ അജു ആദ്യം ഒരു വക്കീലിനെ വെച്ചു. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം
ആ വക്കീൽ ഉഴപ്പിയോ അങ്ങനെ എന്തോ ആണോ എനിക്കറിയില്ല. രണ്ടാമത് വേറൊരു വക്കീലിനെ വെച്ചു. ഇപ്പോൾ ഉള്ള വക്കീൽ എന്നൊക്കെ പറയുന്നത് ഇത്തിരി ദൂരെ നിന്ന് വരുന്ന വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വക്കീലാണ്. 20 വർഷത്തെ എക്സ്പീരിയൻസും കണ്ട് പുള്ളിക്കുണ്ട് എന്ന് എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് തന്നെയാണ് എൻ്റെ അഡ്വക്കേറ്റ്. അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാർ വരുമ്പം വലിയ പൈസ മുടക്കാം. കഴിഞ്ഞ വർഷം എങ്ങാണ്ട് ഫയൽ ചെയ്ത കേസല്ലേ, എത്ര നാളായി. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ വിളിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുണ്ട് സാക്ഷിയായിട്ട് വരേണ്ട ആൾ, ചിലപ്പോൾ അയാൾ വരില്ല, അയാളുടെ ബുദ്ധിമുട്ട് കാരണം വരില്ല. അപ്പോൾ അവിടെയൊക്കെ ഇവർക്ക് ഇങ്ങനെ ചിലവില്ലെന്ന് പറഞ്ഞാൽ നല്ല ചിലവാണ്. ഇതിൽ ഏറ്റവും കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അജു അലക്സിനെ നേരിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമാണ് കാണുന്നത് കോർട്ടിൽ വെച്ചിട്ട്. ഈ കോടതിയിൽ നമ്മളൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവേണ്ട എന്നുണ്ടെങ്കിലും, വാദിക്ക് അങ്ങനെ എപ്പോഴും പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പോകേണ്ട എന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ചെല്ലണം. നമുക്കൊരു താല്പര്യം ഉണ്ട് എന്നുള്ളത് കോർട്ടിന് തോന്നണമല്ലോ. അപ്പം അങ്ങനെ ചെല്ലാമെന്ന് വിചാരിച്ച് ഞാൻ കോർട്ടിലേക്ക് എന്തോ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് കേസ് വിളിച്ച് പോയിരുന്നു, വൈകിപ്പോയി. അപ്പോൾ ഇയാളിങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം അങ്ങനെ ഞാൻ അജുവിനെ കണ്ടു, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം. അപ്പം ഇതിനകത്തൊരു സംഭവം നടന്നു. എൻ്റെ ഫ്രണ്ടുണ്ട്, അവനാണ് ഇതിൻ്റെ സാക്ഷി, ഡിഫമേഷൻ്റെ സാക്ഷി. നമ്മുടെ റെപ്യൂട്ടേഷൻ, ക്രെഡിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിച്ചു എന്നൊക്കെ കണ്ട ആളുകൾ പറയണമല്ലോ. അപ്പം അങ്ങനെ സാക്ഷിയുണ്ട്. അപ്പോൾ ഇവന് വരാൻ പറ്റിയില്ല, എൻ്റെ ഫ്രണ്ടിന് വരാൻ പറ്റിയില്ല, കാരണം അവൻ്റെ ഫാമിലി കുറച്ച് പ്രശ്നങ്ങൾ. പക്ഷെ അവൻ വരാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വരുന്നില്ല കേട്ടോ. വരാത്തതെന്ന് വെച്ചാൽ ഓരോ തവണ അവനോരോ പ്രശ്നങ്ങൾ. പിന്നെ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കേസ് ഫയൽ ചെയ്തിട്ട് ഒരാളെ പിടിച്ച് ജയിലിലിടുക, ശിക്ഷിക്കാമെന്നൊന്നും അല്ലല്ലോ, അയാൾ ബുദ്ധിമുട്ടുക എന്നുള്ളതല്ലേ. അപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് അവൻ വരുന്നില്ല. വരാത്തപ്പോൾ ഒക്കെ അവർക്ക് പൈസ മുടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം ഈ കഴിഞ്ഞ ദിവസം കൂടി ഇവൻ വരാത്തപ്പം റീസൺ പറഞ്ഞു, അവൻ്റെ വൈഫിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ജഡ്ജി ചോദിച്ചു, എന്നെങ്കിൽ വീണ്ടും ഒരു അവസരം കൊടുക്കണമെന്നുള്ളത് ചോദിച്ചു. അപ്പം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണല്ലോ, ഇതിൻ്റെ പുറകെ മാക്സിമം വേറെ ഒരാൾ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളൊരു ചിന്തയും കൂടെ എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡിഫമേഷൻ നിലനിൽക്കാതായി. പക്ഷേ ഡിഫമേഷൻ നിലനിൽക്കാതാകുമ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫമേഷൻ രണ്ടേ ഉള്ളൂ, IT ആക്ട് കിടക്കുക. അപ്പോൾ എനിക്ക് ഡിഫമേഷൻ നിന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. വക്കീൽ അങ്ങനെ പറഞ്ഞായിരുന്നു. കാരണം IT ആക്ട് സ്ട്രോങ് 5 വർഷമാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറകെ ഇനി നടക്കണമെന്ന് പറയുമ്പോഴത്തേന് ഒരു ലോങ് പ്രോസസ്സാണ്, വെരി ലോങ് പ്രോസസ്സാണ്. എനിക്ക് എന്തൊക്കെയോ കുറേ ടൈമുണ്ട്. ഇനിയിപ്പോൾ ഡിസ്ചാർജ് ഫയൽ ചെയ്യണം, അതിന് 10,000 രൂപയ്ക്ക് മുകളിൽ കണ്ടാണ് നോർമലി വരുന്നത്. എന്ത് വലിയ ചിലവാണെന്നറിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റുകൾ. ഇതിങ്ങനെ നടന്നു പോയിക്കോളും. അപ്പോൾ ഇനി ക്രോസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ക്രോസ്. അപ്പോഴാണ് ഇവരുടെ വക്കീൽ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് പോലും. അത് അങ്ങനെയാണോ, എന്താണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, അന്യ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയമുണ്ട്. ഇതൊരു വലിയ ലോക്കാണ്. ഇതാണ് ഞാൻ പറയുന്നത്, നിയമം എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാത്രമേ കൈവിട്ട കളികൾ കളിക്കാവുള്ളൂ. ഈ ലോക്ക് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. ഇപ്പോൾ കോർട്ട് വിളിക്കുമ്പോഴൊക്കെ പോകണ്ടേ, ഇപ്പം ഒരു ഡേറ്റ് പറയുമ്പോൾ അവിടെ ചെന്നില്ലെങ്കിൽ വാറണ്ടാവും, വക്കീലിനെ ഒപ്പിക്കണം, പൈസ ചിലവ്. ഈ ഒരു ലോക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും പെടും. ഞാൻ വളരെ കാലങ്ങളായിട്ട് വളരെ സൂക്ഷിച്ചിട്ട് മാത്രമാണ് കണ്ടൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വളരെ എഡിറ്റ് ചെയ്തിട്ടാണ് കണ്ടൻറ്റ് ഇടുന്നത്. അത് എഡിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് വേണമെങ്കിൽ മാസമായിട്ട് ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിടാം. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് സമയമില്ല, ഇതിൻ്റെ പുറകെ ഒന്നും നടക്കാൻ സമയമില്ല. ഈ ഡിഫമേഷൻ്റെ സംഭവം എന്താണെന്നറിയോ? ഡിഫമേഷൻ എവിടെ വേണമെങ്കിലും നമുക്ക് ഫയൽ ചെയ്യാം. കാരണം അവിടെ ഉള്ളൊരു വ്യക്തി, ആ നാട്ടിലുള്ളൊരു വ്യക്തി ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞാൽ മതി. അയാൾക്ക് ഫീൽ ചെയ്തു, നമ്മളെക്കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞു, നമ്മളെക്കുറിച്ചിട്ട് ഒരു മോശം തോന്നി, അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫയൽ ചെയ്യാം. അപ്പോൾ ഈ ഡിഫമേഷൻ ഫയൽ ചെയ്യുന്ന ആൾക്കാർ പൈസയൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ കൊണ്ട് അങ്ങോട്ട് ഫയൽ ചെയ്യും. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. അതാണ് ഡിഫമേഷൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് മാത്രമേ കണ്ടൻറ്റ് കൈകാര്യം ചെയ്യാറുള്ളൂ. അപ്പോൾ ഡിഫമേഷൻ അങ്ങനെ ചുമ്മാ കൊണ്ടുപോയി ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. കോർട്ട് കേട്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് അയാൾക്ക് ഫീൽ ചെയ്യണം, ജഡ്ജിന് ഫീൽ ചെയ്യണം, അന്നെങ്കിലേ ഡിഫമേഷൻ നിൽക്കത്തുള്ളൂ. നമ്മുടെ കേസിനകത്ത് ഡിഫമേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഡിഫമേഷനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള സാധനം കിടക്കുകയാണ്. ഡിഫമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മറ്റേ സാക്ഷിയൊക്കെ വേണം ഫയൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇപ്പം വളരെ സേഫായിട്ടാണ് പോകുന്നത്. ഇനി ഇതിൻ്റെ പുറകെ നടക്കണം. ഇനി ഇതിൻ്റെ വേറെ കാര്യങ്ങൾ എന്താണ്? വേറെ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേന് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ സാക്ഷി വരാൻ പറ്റാത്തതുകൊണ്ട് സാക്ഷി വേണ്ട ആ ഒരു സെക്ഷൻ, ഡിഫമേഷൻ്റെ സെക്ഷൻ, ആ ഒരു കേസ് പോയി. അപ്പോൾ ആ ഒരു കേസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിനും വേറെ ചിലവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു കോൺട്രവേഴ്സിയിലേക്ക് വല്ലാണ്ട് പിടിച്ചിടാനായിട്ട് ചില ആളുകൾ ശ്രമിച്ചു. ഞാൻ അടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദാരിദ്ര്യ പരിപാടി എനിക്ക് താല്പര്യമില്ല. ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വിൽക്കാനായിട്ട് നോക്കുന്ന പരിപാടികളോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അതിൻ്റെ ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആളുടെ പേരോ പ്രൊഡക്റ്റിൻ്റെ പേരോ ഒന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പൊളിറ്റിക്കൽ അപ്രോച്ചുമായിട്ട് തീരെ യോജിക്കാത്ത
ചില കച്ചവട പരിപാടികളൊക്കെയാണ്. ദാരിദ്ര്യ പരിപാടിയാണ്. ദാരിദ്ര്യ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് ആ ഒരു കൂട്ടത്തിനെ പാനിക്കാക്കിയിട്ട് മക്കളെ നമ്മളെ ആരോ ആക്രമിക്കുന്നേ, നമ്മളോടെല്ലാവരും ഇങ്ങനെയാണേ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വാങ്ങണേ എന്ന് പറയുന്ന ആ ഒരു ദാരിദ്ര്യ പരിപാടി എനിക്ക് താല്പര്യമില്ല. അത് ഒരുമാതിരി കിടപ്പരിപാടിയാണ്. എന്നാൽ ഇവന്മാരുടെയൊക്കെ ഡയലോഗ് എങ്ങനെയാണെന്നറിയോ? അയ്യോ യൂട്യൂബിൽ എല്ലാവരും പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നേ. യൂട്യൂബിൽ പൈസയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേന് ഈ പറയുന്നതിനൊന്നും വേദനിക്കേണ്ട ആവശ്യമില്ല. അത് ഗൂഗിള് കുത്തക വേറെ വലിയ നാട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയാണ്. ഇവിടെ ഉള്ള ഒരു സംഘടനയിലുള്ള ആൾക്കാരെയും പറ്റിച്ച് ആ ഒരു സംഘടനയിലുള്ള ആൾക്കാരുടെ വികാരം വിറ്റ് അവൻ്റെ കൂലിപ്പണിക്കകത്തുനിന്ന് 150 വാങ്ങിയിട്ട് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല യൂട്യൂബിലിടുന്ന ഒരു വീഡിയോയും. അതുകൊണ്ട് ആ വർത്താനം പറയരുത്. കാരണം ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ട് അതിനകത്ത് കുറച്ച് മസാല അങ്ങോട്ട് ഇട്ടിട്ട് ഒരു കൂട്ടം ആൾക്കാരെ അങ്ങ് സ്വാധീനിച്ചിട്ട് അത് വിൽക്കുകയാണ്. അത് വിൽക്കുന്ന സമയത്ത് പറയുന്നത് തന്നെ, മക്കളെ നമ്മുടെ സാധനം കാണണേ, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങണേ, കാരണം എല്ലാ ആൾക്കാരും നമ്മളെ ആക്രമിക്കുകയാണേ, അപ്പോൾ നമ്മളാകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണേ. അപ്പോഴത്തേനും ഈ പാവപ്പെട്ട കുറേയധികം ആൾക്കാർ വേറെ ചിന്തയൊന്നുമില്ലല്ലോ, അവരെന്നെ ആണെങ്കിൽ കൂലിപ്പണിക്ക് പോയതിൻ്റെയൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മിച്ചം പിടിച്ചിട്ട് ഇതിനു വേണ്ടി വാദിക്കും. ഇതിങ്ങനെ പോയി കാണും. അതാണ് ഉദ്ദേശം. അത് ദാരിദ്ര്യ പരിപാടിയാണ്. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടിയുള്ള കോൺട്രവേഴ്സിക്കകത്തേക്ക് എന്നെ വിളിക്കല്ലേ. പിന്നെ ഈ ഉണ്ണിപ്പിണ്ടി മറ്റേ പോർവളിയും പരിപാടിയൊക്കെ ഉണ്ട്. കോമഡി കേസാണ്. എനിക്കറിയത്തില്ല, ഇതൊക്കെ ഒരുമാതിരി, ഞാൻ മുന്നേ പറഞ്ഞല്ലോ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എന്നെക്കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഞാനത് കൊത്തില്ല, കാരണം അത് കൊത്തിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. എനിക്കതിനോട് താല്പര്യമില്ല, കാരണം അത് വിൽക്കുന്ന രീതി എനിക്കിഷ്ടമില്ല. ആ പ്രൊഡക്റ്റുകളെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് വിൽക്കുന്ന രീതി, ലെവൻ്റെ രാഷ്ട്രീയം എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അതിനകത്ത് ഒരു എന്നാ പറയുന്നത്, ഫാൻ്റെ കമൻറ്റിന് കൊടുത്തിരിക്കുന്ന റിപ്ലൈ നമ്മളെക്കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരെക്കുറിച്ചിട്ടാണെങ്കിലും ഓക്കെ. നേരിട്ട് കിട്ടിയ 2 എണ്ണം കൊടുക്കാനും മടി കാണിക്കില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഈ പറയുന്ന ഡയലോഗ് അടിക്കുമായിരുന്നു. ഉണ്ണിവാവയായിരുന്ന സമയത്ത് ഈ ഡയലോഗ് അടിക്കുമായിരുന്നു. പിന്നീട് ഞാനത് അടിക്കുന്ന പരിപാടി നിർത്തി. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ പോലും ഞാൻ പോർവിളികൾ നടത്താറുണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലായത്, നമ്മൾ കേരളത്തിൽ നിന്നിട്ട് കേട്ടോ, ഇന്ത്യയിലെ ബാക്കി മറ്റേ സംഘപരിവാറുകാർ പ്രബലരായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. കേരളത്തിൽ നിന്ന് പോർവിളി നടത്തുന്നത് വിഡ്ഢിത്തരം. കേരളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. നമ്മളൊക്കെ നീർക്കോലികളാണ്. പക്ഷെ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ സെലിബ്രിറ്റി എന്നോ സമാജത്തിൻ്റെ നായകനെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരിട്ട് കാണുന്ന സമയത്ത് ഒരുത്തനെ അടിച്ചു കഴിഞ്ഞാൽ അത് ഏതവനാണെന്ന് പറഞ്ഞാലും അടി കൊണ്ടവൻ ഇടപെട്ടില്ലെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ ഇടപെടും. അപ്പോൾ ഇടപെട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ പറഞ്ഞ ആ ഒരു നിയമത്തിൻ്റെ നൂലാമാലയാണ്. കുറ്റി അടിച്ച് കിട്ടിയിരിക്കുന്ന ഗോമാതാവിനെ പോലെ അതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങേണ്ട വരും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഉണ്ണിപ്പിണ്ടി വിരട്ടുകൾ ശരിക്കും കാലഹരണപ്പെട്ട വിരട്ടുകളാണ്. അപ്പം അതും ചില ആളുകൾ ആലോചിക്കേണ്ടതാണ്. പിന്നെ ഈ ദാരിദ്ര്യ പരിപാടി, എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വലിച്ചു കീറി ഒട്ടിക്കാൻ പറ്റുന്ന സാധനം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് മിണ്ടാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ സഹതാപമായി, കരച്ചിലായി, പിഴിച്ചിലായി. അപ്പം അതുകൊണ്ട് മറ്റേ പ്രൊഡക്റ്റ് എല്ലാവരും വാങ്ങണേ എന്നൊക്കെ വന്നിട്ട് പറയുന്ന ഐരാവതമൊക്കെ കാണേണ്ടി വരും. അതുകൊണ്ട് താല്പര്യമില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ വരും. കോൺട്രവേഴ്സിയൊക്കെ കുത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചിലതിപ്പോൾ ഈവൻ ചെകുത്താനെ പോലും ഞാൻ ഒരു തവണ രസമായിട്ട് നോക്കി കണ്ടിട്ടുണ്ട്. കാരണം ആ കണ്ടൻറ്റ് വളരെ രസകരമായിട്ട് ആളുകൾ ആസ്വദിച്ച കണ്ടൻറ്റാണ്. പക്ഷേ അതൊന്നുമല്ല, അതൊരു വ്യക്തിയാണ്. മറ്റേത് ദാരിദ്ര്യ പ്രസ്ഥാനത്തിൻ്റെ രീതിയിൽ വിൽക്കപ്പെടുന്ന ഒരു സാധനമാണ്. എനിക്ക് അതിൻ്റെ ഏരിയയിൽ എടുക്കാൻ താല്പര്യമില്ല. മനസ്സിലാക്കുക, അത് ഏരിയയിൽ എടുക്കാൻ താല്പര്യമില്ല. ഒരു വ്യക്തി പൊളിറ്റിക്കലായിട്ട് ഇടപെടുകയാണ്. ഞാൻ എൻ്റെ പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സാണ്. അതും ഈ മതവർഗീയ പൊളിറ്റിക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടെന്നുണ്ട വിമർശനങ്ങൾ വരും. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ കിട്ടിയാലും വിമർശിക്കും. കാരണം അത് എൻ്റെ റൈറ്റാണ്, അത് ഞാൻ ചെയ്യണം, എൻ്റെ ഉത്തരവാദിത്തമാണ്. മതവർഗീയ രാഷ്ട്രീയത്തോട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. അത് ഞാൻ പറയും, ഏതോ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയും. അത് പറയുമ്പോഴത്തേന് പൊളിറ്റിക്കലായിട്ട് തന്നെ തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പൊളിറ്റിക്കലായിട്ട് റിപ്ലൈ ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും കലാകാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ ഒരു കലാസൃഷ്ടി പുറത്തിറക്കിയിട്ട് ഏതെങ്കിലും എന്നെ ഇന്ന് കലാകാരനായിട്ട് അംഗീകരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓരോ ആളുകളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അവർ പുറത്തേക്ക് വിടുന്ന സാധനത്തിനകത്ത് പ്രതിഫലിക്കും.
ഞാൻ പൊതുവെ വലിയ കടന്ന രീതിയിൽ ഇതിനെക്കുറിച്ചിട്ട് ചെക്ക് ചെയ്യാത്തൊരു മച്ചാനാണ് എന്നുള്ളത് ആളുകൾക്കറിയാം. ഞാൻ നോക്കാറില്ല. പക്ഷേ അവിടെ കറക്റ്റായിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ടാവും, കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. സംശയം തോന്നി ചോദിക്കും. ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ രീതിക്ക് ചോദിക്കുക. അപ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും. ഈ വർഗീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്നിട്ട് ഈ ഐരാവതം കാണിച്ചിട്ട് പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പച്ചയ്ക്ക് ചോദിക്കും. ഞാൻ അതുകൊണ്ട് ഏതെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുള്ളതാണ്, എൻ്റെ തോന്നലാണ്. എൻ്റെ തോന്നലിനെതിരെ ന്യായമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു. അപ്പോൾ ഞാനിത് കൂടുതൽ ഡീറ്റെയിൽ ആക്കാൻ പോകാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനസ്സിലാവുന്നവർ മനസ്സിലാക്കിയാൽ മതി. ഡീറ്റെയിൽ ആക്കാൻ പോകാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കോൺട്രവേഴ്സിയുടെ ബെനിഫിറ്റ് വേണ്ട. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഉണ്ണിപ്പിണ്ടി വേറായിട്ടൊന്നും ഇറക്കരുത്. അത് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരിൽപ്പെട്ട കുറേയധികം ആൾക്കാർ പറയുന്ന നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്ന ആൾക്കാരിൽപ്പെട്ട ആളായിരിക്കാം. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബാധിക്കില്ല. പക്ഷേ ഈ വിരട്ടുന്ന ആൾക്കാർക്കത് ബാധിക്കും. നമ്മൾ ഒറ്റയ്ക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റും കാര്യമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ ഇടപെടലിൽ ഞാൻ ചില ഡൗട്ടുകളൊക്കെ ചോദിക്കാനുള്ളത് ചോദിക്കും. അതൊക്കെ താങ്ങാൻ പറ്റുന്ന ആൾക്കാർ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ മതി. അത് ഞാനല്ല, ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ചോദിക്കും. അതിനുള്ള റൈറ്റ് ഉണ്ട്. അല്ലാത്തവനൊക്കെ മറ്റേ കലാരൂപമായിട്ടും മാത്രം മുന്നോട്ടേക്ക് പോവുക കേട്ടോ. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ വാലെ പിടിച്ചിട്ട് വരരുത്. ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമല്ല. പിന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് പല വഴിയുണ്ട്. ഇമാതിരി പുഴുക്കുത്തിനെതിരെ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു അഭിമാനം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഞാൻ നിങ്ങളിത് വാങ്ങണം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചിട്ട് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഭാഗമല്ല. എൻ്റെ ഇത് വേണമെങ്കിൽ കണ്ടാൽ മതി. അല്ലാതെ എൻ്റെ സാധനം കാണണമെന്ന് ആരോട് ഞാൻ നിർബന്ധിക്കാറുമില്ല. ഒരു കാലത്തൊക്കെ സബ്സ്ക്രൈബ് മൈ ചാനൽ എന്നൊക്കെ വേറെ കണ്ടന്റ് ഇടുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു. ഇപ്പം അതും പറയാറില്ല. ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു അപ്രോച്ചിലാണ് ഞാൻ പോണത്. വളരെ ലോ പ്രൊഫൈലാണ് എനിക്കിഷ്ടം. എന്നെ ബാധിക്കത്തില്ല. പിന്നെ വേറൊരു സംഗതി ഉണ്ട്. വലിയ മസിലൊക്കെ ഉള്ള ഒരുത്തം വന്നിട്ട് നമ്മളെ തല്ലിയെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ചിലപ്പോൾ നമ്മൾ വീണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വധശ്രമത്തിനൊരു കേസ് കൊടുക്കും. കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മുടെ പുറകെ നടക്കേണ്ടി വരും. ഇഷ്ടംപോലെ അങ്ങനത്തെ കേസുകൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളൊരു സംഗതി, ആരെങ്കിലുമൊക്കെ തല്ലുമെന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ കൊല്ലുമെന്ന് പേടിച്ചിട്ടോ ഒക്കെ പുറത്തിറങ്ങി നടക്കാൻ പേടിക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ വളരെ ദൂരം 2 വീലർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്കൊക്കെ ട്രിപ്പൊക്കെ പോയി ഓൾമോസ്റ്റ് ഇന്ത്യയിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ 2 വീലർ റൈഡ് പോയിട്ടുണ്ട്. ഈ 2 വീലർ ഓടിക്കുമ്പോൾ ഒരു സംഭവം എന്താണെന്നറിയോ? ഒരു കുഞ്ഞ് പട്ടിക്കുഞ്ഞ് ബൈക്കിൻ്റെ ഫ്രണ്ട് ചാടിയാലും നമ്മുടെ ജീവൻ പോകാൻ സാധ്യത ഉണ്ട്. ഒരു കൊച്ചു മണിക്കല്ല് മതി. അങ്ങനെ രാവിലെ 2 വീലറുമായി പുറത്തേക്ക് ഇറങ്ങുന്ന, കേരളത്തിൽ 2 വീലറുമായി പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മളാണോ ആരെങ്കിലുമൊക്കെ ഇടിക്കും, നേരിട്ട് കണ്ട് അടിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് പേടിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ണിപ്പിണക്കങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ചില ഉണ്ണിപ്പിണക്കങ്ങളുടെ പുറകെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. നടക്കാത്ത പണിക്ക് വെറുതെ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്നെ ബാധിക്കത്തില്ല. ഇതൊരു ജിമെയിൽ അക്കൗണ്ട്, പോയാൽ പോയി. ഇതിപ്പം ഒരു പണിക്കും പോയില്ലെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള വക ഉണ്ട് ഉള്ളതാണ്. അപ്പം എന്നെ ഇത് അഫക്റ്റ് ചെയ്യില്ല. ഇതിപ്പോൾ ഇന്ന് നിർത്തണോ നാളെ നിർത്തണോ എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഇടപെടാൻ തോന്നും, ഞാൻ ഇടപെടും. അതിൻ്റെ ബെനിഫിറ്റ് അത് മോണിറ്ററി ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ആണെങ്കിലും ഞാൻ എടുക്കും. അതിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആൾക്കാർ അത് അതിൻ്റെ രീതിക്ക് ചെയ്യുക. വേറിട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് അടി, അത് വീട്. അപ്പോൾ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അഹങ്കാരമാണ്. ചില കാര്യങ്ങളിൽ എനിക്ക് നല്ല അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം എന്ന് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഉള്ളൊരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ളതിൻ്റെ അഹങ്കാരത്തിൽ പറയുന്ന ഒരു സംഗതിയാണ്. എന്നെ അഫക്റ്റ് ചെയ്യില്ല. കാരണം എനിക്ക് ഒരു വലിയ സമാജത്തിൻ്റെ സപ്പോർട്ടില്ല. ഞാനൊരു സമാജത്തിലുള്ള ആൾക്കാർക്ക് ഉറപ്പ് കൊടുത്തിട്ടില്ല. ഞാൻ പൊളിറ്റിക്കലായിട്ട് നേതാവായിട്ട് ഇടപെടൽ നടത്തുന്നില്ല. ഞാൻ ഈ പറയുന്ന ആൾക്കാരെ ഇമ്പ്രസ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. ഈവൻ എൻ്റെ ജോബ് പോലും ഇന്ത്യയിൽ നിന്നല്ല ഞാൻ എൻ്റെ പേയ്മെൻറ്റ് എടുക്കുന്നത്. അപ്പം നമ്മളിത് ബാധിക്കില്ലടേ. എന്തിനാണ് ചുമ്മാ ഒരുമാതിരി? അപ്പം കേൾക്കേണ്ടവർക്ക് കേൾക്കാനും പറ്റി, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി.